ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇത്രയും നാളും ഷോർട്സ് ആയിരുന്നു. ഫൈനലി നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നുള്ളത്. നിങ്ങൾ തമ്മിൽ കണ്ടാൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, റഷ്യൻ റിയാലിറ്റി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് റെന. ഞാനിവിടെ റഷ്യയിലെ സ്റ്റാവ്രോപോളിൽ 5th ഇയർ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, സ്റ്റാവ്രോപോൾ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ഒരുപാട് പേരെ സംശയമാണ്, ഇവിടെ എത്ര വർഷമാണ് MBBS, അതുപോലെ ലാംഗ്വേജ് പഠിക്കണോ വേണ്ടയോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ MBBS വന്നിട്ട് 6 വർഷമാണ്. പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ലോക്കൽസിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കണം. അപ്പോൾ നമുക്ക് റഷ്യൻ ഭാഷ അത്യാവശ്യമൊക്കെ അറിഞ്ഞിരിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും കൂടെ റഷ്യൻ ലാംഗ്വേജും ഇവർ പഠിപ്പിക്കാറുണ്ട്. സോ റഷ്യൻ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത് ബെറ്റർ ആണ്. നെക്സ്റ്റ്, ഇവിടെ വാറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് കുറേ ആപ്പുകളൊക്കെ ഇവിടെ ബാൻ ചെയ്തു. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. ആദ്യം ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെയാണ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ് ആയിട്ടാണ് വാട്സപ്പ് ബാൻ ചെയ്തത്. പിന്നെ ടെലിഗ്രാമും ഇങ്ങനെ ഡൗൺ ആക്കിയിട്ടേക്കാണ്. സോ നമുക്ക് VPN ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ VPN മസ്റ്റാണ്. വാട്സപ്പ് ആദ്യം VPN വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും വീട്ടിലോട്ടൊക്കെ കോൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ വൈഫൈയിലായിരിക്കും പ്രോപ്പറായിട്ട് ഇതൊക്കെ വർക്ക് ആവുന്നത്. നമ്മുടെ നോർമൽ ഡേറ്റയിൽ ഇതൊന്നും വർക്ക് ചെയ്യാറില്ല പ്രോപ്പറായിട്ട്. നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴത്തേക്കിനും യൂഷ്വലി നോ കണക്ഷൻ ആയിരിക്കും, നമുക്ക് നെറ്റൊന്നും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. ഇത് ടോട്ടലി ഞാൻ എൻ്റെ സിറ്റിയിലെ കാര്യങ്ങളാണ് എല്ലാം തന്നെയും പറയുന്നത്. എനിക്ക് വേറെ സിറ്റിയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നെക്സ്റ്റ്, ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ സ്നോ ഒക്കെ ഉണ്ട്, അത്യാവശ്യം മാനേജബിൾ ഒക്കെ ആണ് എന്നുള്ളത്. ഇവിടെ ഓരോ സിറ്റിയിലും തണുപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സൗത്ത് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം കുറവാണ് നോർത്ത് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും. ഇപ്പം ഞാൻ സദേൺ പാർട്ടിലാണ് താമസിക്കുന്നത്. 10 വർഷത്തിന് ശേഷം ഈ വർഷമാണ് ആദ്യമായിട്ട് ഇത്രയും തണുപ്പും ഇത്രയും സ്നോയും വരുന്നതെന്നാണ് ഇവിടുത്തെ വെതർ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ വെതറിൽ ക്ലാസ്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര തണുപ്പായിരിക്കും. ക്ലാസ്സുകളൊക്കെ യൂഷ്വലി 8 മണിക്കാണ്. അത്യാവശ്യം ദൂരെയുള്ള ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6:30 ആകുമ്പോഴത്തേക്കിന് ഇറങ്ങേണ്ടൊക്കെ വരും. സോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്ലൈമറ്റിൽ നടന്നു പോവുക അല്ലെങ്കിൽ ബസ്സിൽ കയറി പോവുക എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് റഷ്യൻസിന് ഇംഗ്ലീഷ് അറിയാമോ എന്നുള്ളത്. റഷ്യൻസിന് അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് അറിയാം. എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അത്രയും ഇംഗ്ലീഷ് അറിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ സ്വന്തം ഭാഷയ്ക്കാണ്. ഇവിടെ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരുടെ സ്വന്തം ഭാഷയിലാണ് അതെല്ലാം നടക്കാറുള്ളത്, ഒന്നും ഇംഗ്ലീഷിലല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ലോക്കൽസിന് അത്ര ഇംഗ്ലീഷ് അറിയാത്തത്. ഈവൻ ടീച്ചേഴ്സ് പോലും അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല, ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും ഫുഡാണ്. ഫുഡെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലെ ഫുഡ് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇവിടുത്തെ മസാലകൾ ഒന്നും നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ഫുഡ് എന്ന് പറയുന്നത് മസാലകൾ ഇല്ലാത്തതാണ്. അതുപോലെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഇവിടെ ഉള്ളവർ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ബഫേ സിസ്റ്റത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുന്നത് യൂഷ്വലി സാലഡ്സ് ഒക്കെ ആയിരിക്കും. എന്ത് ഫുഡിൻ്റെ കൂടെയും അവർ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കഴിക്കും. അതായത് കുക്കുംബർ, ടൊമാറ്റോ ഇതൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കുക്കുംബറും ടൊമാറ്റോ ഒക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്നസെൻ്റ് ആണ് ഇവിടെയുള്ള ആൾക്കാർ. അതുപോലെ സിവിക് സെൻസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 0 സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാനേ പറ്റത്തില്ല. ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഇന്നസെൻ്റ് ആണ്. താഴെ വീണ് എന്തൊരു സാധനം കിട്ടിയാലും ഇവൻ പൈസയാകാം, ATM കാർഡാകാം, അവർക്ക് ചിലപ്പം യൂസ്ഫുൾ അല്ല എന്തൊരു സാധനമാണെങ്കിലും അവർ എന്തിൻ്റെങ്കിലും വരുമ്പത്ത് എടുത്ത് വെച്ചേക്കും. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ നിന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു കടയിൽ ചെന്നിട്ടാണെങ്കിലും എന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരത് എടുത്തു വെച്ചേക്കും. നമ്മൾ ചെന്നാൽ നമ്മുടെയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മാത്രമേ ആ സാധനം നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ. പിന്നെ സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സിവിക് സെൻസ് ആണ്. ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഒരു സിവിക് സെൻസ് ഉണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഈവൻ ട്രാഫിക് ആയിക്കോട്ടെ, ഇവിടെ റഷോ അല്ലെങ്കിൽ ഇവിടെ ഹോണടി എന്ന് പറയുന്നത് ഞാൻ കേൾക്കാറേ ഇല്ലാത്തൊരു സംഭവമാണ്.
അത്രയ്ക്കും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രാഫിക്കാണ്. അതിൽ കുട്ടികളായിക്കോട്ടെ ഒരു മിഠായി കഴിച്ചാൽ പോലും അതിൻ്റെ കവർ പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിന്നിലായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിലത്തെ പോലെ താഴോട്ടിടുന്ന പരിപാടി ഇവിടെ ഇല്ല. കൂടുതലും ഇവിടെ സിവിക് സെൻസ് കുറവ് കാണിക്കുന്നത് ഇന്ത്യൻസ് ആണ്. അവരിവിടെ വന്നിട്ട് കാണിക്കുന്ന കാട്ടായങ്ങൾക്കൊക്കെ പൊതുവേ നമ്മളെ പറ്റി ഒരു പറച്ചിൽ തന്നെയുണ്ട്, ഇവിടം നശിപ്പിക്കുന്നത് ഇന്ത്യൻസ് ആണ് എന്ന്. നെക്സ്റ്റ് സേഫ്റ്റി. ആസ് എ വുമൺ എനിക്കിവിടെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഇവിടുത്തെ സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും ഏതൊരു പെൺകുട്ടിക്കും എത്ര സമയം ഇരുട്ടിയാലും ഇതുവഴി തനിച്ച് നടന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് വന്നിട്ട് പുറത്തൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കിനും ഞാൻ പോവാറുണ്ട്. തിരിച്ചതുപോലെ തന്നെ ഞാൻ സേഫായിട്ട് എൻ്റെ ഫ്ലാറ്റിൽ വരാറുണ്ട്. അപ്പം നല്ല സേഫ്റ്റി ഉണ്ട് ഇവിടെ എല്ലാവർക്കും തന്നെ. നമുക്ക് രാത്രിയിൽ കുട്ടികളായിക്കോട്ടെ അവർ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇതുവഴി നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു കുട്ടി മിസ്സായതോ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ സിറ്റിയിൽ കേട്ടിട്ടില്ല. അതുപോലെ ഞാൻ ഈ സിറ്റിയിൽ സേഫായിട്ടാണ് താമസിക്കുന്നത്. സോ ഇവിടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റഷ്യൻ മെന്നിനെ പറ്റിയിട്ടാണ്. ഇവിടെയുള്ള റഷ്യൻ ആൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര ഗുഡ് ആൻഡ് ഹെൽപ്പിംഗ് ആണ്. ഇപ്പോൾ ഒരു പെൺകൊച്ച് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വെയിറ്റുള്ള സാധനം എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ചേറെ സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്കിനും കിറ്റിന് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തൂക്കി നടന്നു വന്നപ്പോഴത്തേക്കിനും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആ കിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ ഫ്ലാറ്റിന് ഇവിടം വരെ എനിക്ക് ആ കിറ്റ് കൊണ്ട് തന്നു. എന്നിട്ട് ആളുടെ വീട്ടിൽ പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം അത്രയും ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം ആ പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഇവിടുത്തെ മെൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ജെന്റിൽ, കൈൻഡ്. അതുപോലെ മെയിൽ ഈഗോ എന്ന് പറയുന്ന അവർക്ക് ഇല്ല. അവർ കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ഭാര്യമാരുടെ ബാഗൊക്കെ കയ്യിൽ ക്യാരി ചെയ്യാറുണ്ട്, കുട്ടികളെയൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. അതിനൊന്നും അവർക്കൊരു കുറച്ചിലായിക്കോട്ടെ അങ്ങനെ ഒന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. അതുപോലെ ഇവിടുത്തെ ഒരു കൾച്ചറലായിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ പൂ കൊടുക്കുന്നത്. ഇവിടെ ഒരു ചെക്കൻ ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കയ്യിലൊരു പൂവ് കാണും, ചോക്ലേറ്റ്സ് കാണും. അത് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് അവരോട്ട് സംസാരിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ബർത്ത്ഡേ, എന്തൊരു സ്പെഷ്യൽ ഡേയ്സ് വന്നാലും ഇവിടെ പൂക്കൾ കൊടുക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പൂക്കൾ 24/7 പൂക്കട ഉണ്ടാവാറുണ്ട്. പക്ഷെ ഫുഡിൻ്റെ കടയെന്നൊക്കെ പറഞ്ഞാൽ 10 മണിയാകുമ്പോഴത്തേക്കിനും അടയ്ക്കും. അപ്പോൾ അത്രയും റഷ്യൻസ് പൂക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിൽ നമ്മുടെ യൂറോപ്യൻ കൾച്ചർ പോലെ ആൽക്കഹോള്, അതുപോലെ സിഗരറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. 80+ ആയിട്ടുള്ള നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളിവിടെ ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തില്ല. ഈവൻ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ ആരും നമ്മളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്ന ഇങ്ങനെ, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒന്നും പറയാൻ വരത്തില്ല. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. ഇവിടെ നമ്മൾക്ക് എന്തും ചെയ്യാം. അതായത് ഈ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കാത്ത എന്തൊരു കാര്യവും നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാട്ടിലെ പോലെ ഇവിടെ എന്താ പറയുക, നമ്മളെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് വരത്തില്ല. ഇനി അടുത്തത് എനിക്ക് ഭയങ്കര ഒരു പുതുമയായിട്ട് തോന്നുന്നത് നെയ്ബേഴ്സിൻ്റെ കാര്യമാണ്. എനിക്കിവിടെ എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആരാന്ന് കൂടെ അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ നെയ്ബേഴ്സ് തമ്മിലുള്ള അടികൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറയുന്ന വിശേഷങ്ങൾ പറയുന്നതൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. പിന്നെ വയസ്സായ അമ്മൂമ്മമാരൊക്കെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ അത്യാവശ്യം പ്രായമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഇരുന്ന നെയ്ബേഴ്സായിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യൻസ് ഭയങ്കര പാട്രിയോട്ടിക് ആണ്, ഭയങ്കര രാജ്യസ്നേഹമുള്ളവരാണ്. നമ്മുടെ നാട്ടുകാരെ ഒന്നും പോലെയല്ല. ഇവിടുത്തെ പ്രസിഡന്റ് പുടിനെ പറ്റി പറയുന്നതായിക്കോട്ടെ, ഇവരുടെ രാജ്യത്തിനെ പറ്റി പറയുന്നതായിക്കോട്ടെ, എല്ലാം ഭയങ്കര ഒരു റെസ്പെക്ട്ഫുള്ളിയാണ് അവർ സംസാരിക്കുന്നത്. ഒരിക്കലും അവരുടെ രാജ്യത്തിനെതിരെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇവിടുത്തെ പ്രസിഡന്റ് പുടിൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതിനൊരു എന്താ പറയുക എതിർപ്പ് ഒന്നും ഇവിടെ ഞാൻ ഉണ്ടായി കണ്ടിട്ടേ ഇല്ല. അതുപോലെ ഇവിടുത്തെ രാജ്യത്തുള്ളവർ ഇവിടുത്തെ രാജ്യത്തിനെ തന്നെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം നല്ലതെന്നാണ് പറഞ്ഞത്. ഈവൻ വാറിൻ്റെ സമയത്ത് പോലും അവർ ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കറിയത്തില്ല റഷ്യ കൺട്രിയിലെ പ്രസിഡന്റ് ആരാണെന്നുള്ളത്. പ്രസിഡന്റ് പുടിനാണ്. ഞങ്ങൾ പുടിനിൽ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഈ രാജ്യത്തിനൊന്നും സംഭവിക്കാതെ അദ്ദേഹം കാത്തു പരിപാലിക്കും എന്നുള്ള അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് നമ്മളിവിടെയുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കേട്ടിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻസ് ആക്ച്വലി ഭയങ്കര പേടിച്ചായിരുന്നു. പക്ഷെ ഇവിടെയുള്ള സിറ്റിസൺസ് ഒക്കെ പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇത് റഷ്യയാണ്, ഇത് സേഫസ്റ്റ് കൺട്രിയാണ്, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരിത് തോന്നിയത് ഇവിടെ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
ഇവിടെ സെലിബ്രിറ്റീസിനെ വാനോളം പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ ഇന്ന മോളിൽ സെലിബ്രിറ്റി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇടിച്ചുകൂടി പോകുന്നത്, ഇതൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. അതുപോലെ ഒരു ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ സെലിബ്രിറ്റി വരുന്നതായിക്കോട്ടെ, ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഭയങ്കര ഗംഭീരമായിട്ട് നടത്തുന്നതായിക്കോട്ടെ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തലേ ദിവസം ചിലപ്പോൾ എഴുതി വെക്കും നാളെ ഇനോഗ്രേഷൻ ആണ് എന്നുള്ളത്. നാളെ നമ്മൾ അതുവഴി നടന്നു പോകുമ്പോഴത്തേനും ആ കട ഓപ്പൺ ആയിട്ട് കാണാറാണുള്ളത്. അല്ലാതെ ആരെങ്കിലും വന്നത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അതിൻ്റെ വലിയ പോസ്റ്റേഴ്സ്, ഇന്ന സെലിബ്രിറ്റി വന്നാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നുള്ള പോസ്റ്റേഴ്സ്, ഇതൊന്നുമില്ല. ജസ്റ്റ് ആ ഷോപ്പിൻ്റെ പോസ്റ്റർ കാണും, ഇന്നൊരു ഷോപ്പ് ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഇത്ര സമയത്ത് ഓപ്പൺ ആകും എന്നുള്ളത്. അതുപോലെ ഇവിടെ ഉള്ളവർ അത്ര മൂവീസിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡ്രാമ, നാടകങ്ങൾക്കൊക്കെയാണ്. അപ്പം ഒരു പഴയ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നവരാണ് റഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ അമ്മച്ചിമാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഉള്ള അമ്മച്ചിമാരെന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര വയസ്സ് നടക്കാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരായിരിക്കും. അവർ ആ ഒരു ആരോഗ്യത്തിൽ, ആ ഒരു വയ്യായ്മയിൽ നടന്നു വന്ന് അവരുടെ വീട്ടിലോട്ട് വേണ്ട പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ നല്ല ചുറുചുറുക്കോടെ നടന്ന് പോകാറുണ്ട്. പിന്നെ ഒടിഞ്ഞു കുത്തി നടന്നു പോകുന്നത് ഞാനൊക്കെയാണ്. നടുവേദന, ആ വേദന, ഈ വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. പക്ഷെ അവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്ന് പോകാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു റഷ്യൻ റിയാലിറ്റി എന്ന് പറയുന്നത്. കുറേ പേർക്ക് കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് റഷ്യനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടെന്നാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം മറക്കാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്കിന് അത്രയേ ഉള്ളൂ. ശുഭം.